എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. നോക്കാം വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമമിട്ട് അമേരിക്കയും ഇറാനും. ഇറാന് നേരെ ഇന്നലെ ആക്രമണങ്ങളൊന്നും നടത്തിയില്ലെന്ന് അമേരിക്ക. ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ ആക്രമണം താൽക്കാലികമായി ഇറാൻ നിർത്തി. 2 ദിവസമായി US ഇറാനെതിരെ ആക്രമണം നടത്താത്ത പശ്ചാത്തലത്തിലാണ് തീരുമാനം. തുടർച്ചയായ 13 ദിവസത്തെ വ്യോമാക്രമണത്തിന് ശേഷമാണ് അമേരിക്ക ആക്രമണം നിർത്തിവെക്കുന്നത്. വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാതെ നയതന്ത്ര ചർച്ചകൾക്ക് കൂടുതൽ അവസരം നൽകാൻ ട്രംപ് ആഗ്രഹിക്കുന്നതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. US വ്യോമസേനയുടെ വ്യോമ പ്രതിരോധ മിസൈൽ ശേഖരത്തിലുണ്ടായ വൻ കുറവ് അധികൃതർ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് പിന്മാറ്റമെന്നും റിപ്പോർട്ടുണ്ട്. 2 ദിവസമായി US ഇറാനെതിരെ ആക്രമണം നടത്താത്ത പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ ആക്രമണം താൽക്കാലികമായി ഇറാനും നിർത്തി. അതേസമയം ആക്രമണം തുടർന്നാൽ സംഘർഷം വ്യാപിപ്പിക്കുമെന്നും ഇറാൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്ക ഇറാൻ ചർച്ചകൾ പുരോഗമിക്കുന്നെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന തള്ളി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട്. യുദ്ധാനന്തര സമുദ്ര കരാറുകൾ ലംഘിച്ച് ഹോർമൂസ് കടലിടുക്കിലൂടെ അമേരിക്ക അനധികൃതമായി പുതിയ കപ്പൽപാത തുറന്നതായി ഇറാന്റെ വിദേശകാര്യമന്ത്രി ആരോപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. യുക്രൈൻ ഒഡേസ തുറമുഖത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. കപ്പലിലുണ്ടായിരുന്ന 17 പേരിൽ 4 പേർ ഇന്ത്യക്കാരെന്ന് സ്ഥിരീകരണം. 2 പേർ സുരക്ഷിതരെന്ന് കീവിലെ ഇന്ത്യൻ എംബസി. മറ്റ് 2 പേരുടെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഇന്ത്യ അറിയിച്ചു. അതിനിടെ കരിങ്കടൽ മേഖലയിലെ സുരക്ഷാ ഭീഷണിയിൽ ഇന്ത്യൻ നാവികർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. ജോലിയുടെ കരാർ വ്യവസ്ഥകൾ അന്താരാഷ്ട്ര മാരിടൈം നിയമങ്ങൾ പ്രകാരമുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. യാത്രാ വിവരങ്ങൾ കുടുംബാംഗങ്ങളെ അറിയിക്കുകയും അവരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും വേണം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശം. സൗദി അറേബ്യയിൽ മൊബൈൽ ഇന്റർനെറ്റ് ഉപഭോഗത്തിൽ വൻ വർധനവ്. രാജ്യത്ത് ഒരാളുടെ ശരാശരി പ്രതിമാസ മൊബൈൽ ഇന്റർനെറ്റ് ഉപഭോഗം 53 GB ആയി ഉയർന്നതായാണ് റിപ്പോർട്ട്. ഇത് ആഗോള ശരാശരിയേക്കാൾ 3 മടങ്ങ് കൂടുതലാണ്. സൗദിയിൽ ഒരാളുടെ ശരാശരി പ്രതിമാസ മൊബൈൽ ഇന്റർനെറ്റ് ഉപയോഗം 53 GB-യിൽ എത്തി നിൽക്കുകയാണ്. ഇത് ആഗോള ശരാശരിയേക്കാൾ 3 ഇരട്ടി അധികമാണ്. ഡിജിറ്റൽ സേവനങ്ങളുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് ഇതിന് കാരണം. രാജ്യത്തെ ജനവാസ മേഖലയിൽ 5G നെറ്റ്വർക്ക് കവറേജ് 70% ഉയർന്നു. 5G ശരാശരി ഡൌൺലോഡ് വേഗത സെക്കൻഡിൽ 320 Mbps ആണ്. ലേറ്റൻസി 24 മില്ലി സെക്കൻഡായി രേഖപ്പെടുത്തി. മൊബൈൽ ഇന്റർനെറ്റ് ഡൌൺലോഡ് വേഗത 216 Mbps ആയി ഉയർന്നതോടെ G20 രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന വേഗതയുള്ള ആദ്യ 5 രാജ്യങ്ങളിൽ സൗദി അറേബ്യ ഇടം നേടി. ഫിക്സഡ് ഇന്റർനെറ്റ് മേഖലയിലും വൻ കുതിച്ചുചാട്ടമുണ്ട്. ഫിക്സഡ് ഇന്റർനെറ്റ് ഡൌൺലോഡ് വേഗത 151 Mbps ആയി വർദ്ധിച്ചു. അപ്ലോഡ് വേഗത 73 Mbps-ഉം ലേറ്റൻസി 8 മില്ലി സെക്കൻഡുമാണ്. രാജ്യത്തെ ആകെ ഇന്റർനെറ്റ് ഡാറ്റ ഉപയോഗം 69 ദശലക്ഷം ടെറാബൈറ്റിലെത്തി. ഇതിൽ 56% ആഭ്യന്തര ഡാറ്റ ഉപയോഗവും 44% അന്താരാഷ്ട്ര ഡാറ്റ ഉപയോഗവുമാണ്. മൊബൈൽ ഫിക്സഡ് ഇന്റർനെറ്റുകൾ പകുതി വീതം ഡാറ്റ വിഹിതം പങ്കിട്ടു. പ്രദേശങ്ങളിൽ റിയാദാണ് ഡാറ്റ ഉപയോഗത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ആകെ ഉപയോഗത്തിന്റെ 30.6% റിയാദിലാണ്. മക്ക മേഖലയിൽ 20.5% ഡാറ്റയും കിഴക്കൻ പ്രവിശ്യയിൽ 16.8% ഡാറ്റയും ഉപയോഗിച്ചു. സൗദി ഇന്റർനെറ്റ് നെറ്റ്വർക്കുകളുടെ എണ്ണം 200 ഉയർന്നു. മികച്ച ബാൻഡ് വിഡ്ത്തും വേഗതയും AI റോബോട്ടിക്സ് തുടങ്ങിയവയും സാങ്കേതിക മേഖലയിലെ മുന്നേറ്റത്തിന് വലിയ കരുത്താകും. 24 ജിദ്ദ. സൗദി അറേബ്യയുടെ കയറ്റുമതി വലിയ തോതിൽ കൂടിയതായി കണക്ക്. എണ്ണ കയറ്റുമതിയിൽ ശക്തമായ വളർച്ച രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള കയറ്റുമതിയും വ്യാപാര മിച്ചവും ഉയർന്നു. സൗദി അറേബ്യയുടെ കയറ്റുമതി രംഗത്ത് ഈ വർഷം മെയ് മാസത്തിൽ വലിയ മുന്നേറ്റം രേഖപ്പെടുത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. 2026 മെയ് മാസത്തിൽ സൗദിയുടെ മൊത്തം ചരക്ക് കയറ്റുമതി 3.9% വർദ്ധിച്ച് 94 ബില്യൺ റിയാലിലെത്തി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ വർധന. എണ്ണ കയറ്റുമതി 19.5% വർദ്ധിച്ചതാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം. മൊത്തം കയറ്റുമതിയിൽ എണ്ണയുടെ പങ്ക് 75.6% ഉയർന്നു. എന്നാൽ റീ എക്സ്പോർട്ട് ഉൾപ്പെടെയുള്ള എണ്ണേതര കയറ്റുമതി 26.1% കുറഞ്ഞു. യന്ത്രങ്ങളുടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും കയറ്റുമതി കുറഞ്ഞതാണ് ഇതിന് കാരണം. ഇതേ കാലയളവിൽ രാജ്യത്തിന്റെ ഇറക്കുമതി 19.5% കുറഞ്ഞ് 68 ബില്യൺ റിയാലിലെത്തി. എണ്ണ കയറ്റുമതി കൂടിയതും ഇറക്കുമതി കുറഞ്ഞതും കാരണം രാജ്യത്തിന്റെ വ്യാപാര മിച്ചം 328.8% കുതിച്ചുയർന്ന് 26 ബില്യൺ റിയാലിലെത്തി.
എണ്ണേതര കയറ്റുമതിയിൽ യന്ത്രങ്ങളും പ്ലാസ്റ്റിക്കുമാണ് പ്രധാന സ്ഥാനത്തുള്ളത്. ഇറക്കുമതിയിലും യന്ത്രങ്ങൾ തന്നെയാണ് മുന്നിൽ. ചൈനയാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി. കയറ്റുമതിയിലും ഇറക്കുമതിയിലും ചൈന തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. കൊറിയ, UAE, അമേരിക്ക, ഈജിപ്ത് എന്നിവയാണ് മറ്റു പ്രധാന പങ്കാളികൾ. ജിദ്ദ തുറമുഖം വഴിയാണ് ഏറ്റവും കൂടുതൽ എണ്ണേതര കയറ്റുമതിയും ഇറക്കുമതിയും നടന്നത്. 24 ജിദ്ദ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഉൾപ്പെടെയുള്ള വമ്പൻ താരങ്ങളുള്ള അൽ നസർ ക്ലബ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. 800 മില്യൺ റിയാദിലധികം കടബാധ്യതയുള്ള ക്ലബിനെ രക്ഷിക്കാൻ ഉടമസ്ഥരായ PIF 3 അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ചു. സ്പോൺസർഷിപ്പിലൂടെ സ്വന്തമായി പണം കണ്ടെത്താതെ പുതിയ കളിക്കാരെ ടീമിലെടുക്കാൻ മാനേജ്മെന്റിന് അനുമതി നൽകേണ്ടെന്നാണ് തീരുമാനം. ക്രിസ്ത്യാനോ റൊണാൾഡോയും സാദിയോ മാനെയും ജവോ ഫെലിക്സും ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന സൗദി ലീഗ് ചാമ്പ്യന്മാരായ അൽ നസർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. 800 മില്യൺ റിയാലിലധികം, അതായത് 2000 കോടിയിലധികം രൂപയുടെ കടബാധ്യത കാരണം ക്ലബ്ബ് ഇപ്പോൾ സൗദി പ്രോ ലീഗിന്റെ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ സീസണിലെടുത്ത തെറ്റായ സാമ്പത്തിക തീരുമാനങ്ങളാണ് ക്ലബിന് വലിയ തിരിച്ചടിയായത്. ഈ സാഹചര്യത്തിൽ അൽ നസറിന്റെ ഉടമസ്ഥരായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ PIF അടിയന്തര നടപടികളിലേക്ക് കടന്നു. മാനേജ്മെന്റിന്റെ സാമ്പത്തിക അധികാരങ്ങൾ പരിമിതപ്പെടുത്തി. ക്ലബിന്റെ വരവ് കൂട്ടാനും അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും സ്വതന്ത്ര ഏജൻസികളുടെ സഹായം തേടാനും തീരുമാനമുണ്ട്. അതോടൊപ്പം ക്ലബിന്റെ ഭാഗിക ഓഹരികൾ വിൽക്കാനും PIF ആലോചിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട 2 വലിയ ഓഫറുകൾ നിലവിൽ PIFന്റെ പരിഗണനയിലാണ്. സ്പോൺസർഷിപ്പിലൂടെ സ്വന്തമായി വരുമാനം കണ്ടെത്താതെ ഇനി പുതിയ കളിക്കാരെയോ പരിശീലകരെയോ വാങ്ങാൻ മാനേജ്മെന്റിന് സാധിക്കില്ല. ഫിഫ നിയമങ്ങൾ നിലനിൽക്കുന്നതിനാൽ എല്ലാ ക്ലബ്ബുകൾക്കും തുല്യ പരിഗണന മാത്രമേ നൽകൂ എന്നും PIF വ്യക്തമാക്കിയിട്ടുണ്ട്. 24 ജിദ്ദ. സമീപകാലത്തെ ഏറ്റവും വിജയകരമായ ഹജ്ജ് തീർത്ഥാടനമാണ് ഇത്തവണ പൂർത്തിയായതെന്ന് ജിദ്ദയിലെ ഇന്ത്യൻ കൌൺസിൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ മരണനിരക്കിൽ 50% കുറവുണ്ടായെന്നും സേവനങ്ങളിലെ സംതൃപ്തി നിരക്ക് വലിയ തോതിൽ ഉയർന്നുവെന്നും അദ്ദേഹം ജിദ്ദയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടുത്ത വർഷത്തെ ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായും നറുക്കെടുപ്പ് ഈ മാസം അവസാനം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ മികച്ച പ്രവർത്തനങ്ങൾ കാരണം തീർത്ഥാടകരുടെ സംതൃപ്തി നിരക്ക് ഉയർന്നതായും മരണനിരക്ക് പകുതിയായി കുറഞ്ഞതായും കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പറഞ്ഞു. അടുത്ത ഹജ്ജിനായുള്ള ഒരുക്കങ്ങൾ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. നുസുക്ക് കാർഡുകൾ ഇന്ത്യയിൽ വെച്ച് തന്നെ വിതരണം ചെയ്യുന്ന സംവിധാനം അടുത്ത വർഷം കൂടുതൽ വിപുലമാക്കും. And thankfully, I can share with you today, after the successful conduct of our Hajj operations for the year 2026, and that we have had one of the best Hajj seasons of the recent past. For the first time, we had also executed a pilot project for distribution of Nusuk cards in India itself for around 10,000 pilgrims. And that was really successful, and we will work closely with the Saudi authorities, and also the Saudi agency would be responsible for distribution of Nusuk cards to see if we can expand this and deliver most of the Nusuk cards to our pilgrims whilst they are in India or just before their embarkation from India. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകരെ തിരഞ്ഞെടുക്കാനുള്ള നറുക്കെടുപ്പ് ഈ മാസാവസാനം നടക്കുമെന്നും കോൺസൽ ജനറൽ അറിയിച്ചു. Our registration of pilgrims is largely completed. By the end of this month, we expect that the draw of lots will be organized by Hajj Committee of India for determining who our pilgrims under the Hajj Committee of India would be for next year. And as far as the Indian Hajj Mission is concerned, we've already started working with Ministry of Minority Affairs in consultation, of course, with the local authorities on initiating our procedures for procurement of various services for our pilgrims for next year as well. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന് കീഴിൽ നടക്കുന്ന വിവിധ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക പരിപാടികൾക്കും വികസിത് ഭാരത് റൺ, യോഗ തുടങ്ങിയവക്കും വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. സാധാരണക്കാരായ ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസകരമായ ലേബർ ഈവനിംഗ് ആഘോഷങ്ങളും ഓപ്പൺ ഹൌസുകളും വരും ദിവസങ്ങളിലും തുടരും. So we are working closely with them to execute all the state day celebrations that we wish to do. We wish to celebrate every single state and all the major festivals from India, so we are working closely with them. So once that calendar of events with them is finalized, that will also be announced and we'll go ahead with that. ഇന്ത്യയിലെയും സൗദിയിലെയും നിക്ഷേപകരെ ഒരുമിപ്പിക്കുന്ന സൗദി ഇന്ത്യ ഇൻവെസ്റ്റ് കണക്റ്റിന്റെ 2ാമത് എഡിഷൻ അടുത്ത 3 മാസത്തിനുള്ളിൽ നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഹെഡ് ഓഫ് ചാൻസലറിയും പ്രസ് ആൻഡ് ഇൻഫർമേഷൻ കോൺസലുമായ ഇമാം മഹദി ഹുസൈനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജലീൽ കണമകലം, 24 ജിദ്ദ.
കോഴിക്കോട് നിന്ന് വരുന്നൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് ബേപ്പൂർ വെസ്റ്റ് മാഹിയിൽ വൻ തീപിടുത്തം. വെളിച്ചെണ്ണ മില്ലിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി ദിലിഷ തിലകൻ കൂടി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ദിലിഷ, എപ്പോഴായിരുന്നു തീപിടുത്തം? മാത്രമല്ല ഇപ്പോഴും തീ വലിയ രീതിയിൽ ആളിപ്പടരുന്ന ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? ഏകദേശം 11 മണിയോട് കൂടിയാണ് തീ പിടിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ തീപിടുത്തമാണ്. വലിയ രീതിയിൽ തീ ആളിപ്പടരുന്നുണ്ട്. ബേപ്പൂർ വെസ്റ്റ് മാഹിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതായത് വെസ്റ്റ് മാഹിയിൽ പ്രവർത്തിക്കുന്ന വെളിച്ചെണ്ണ മില്ലിൽ, രേണുക എന്ന വെളിച്ചെണ്ണ മില്ലിനാണ് തീ പിടിച്ചിരിക്കുന്നത്. ഈ അകത്തേക്ക് കയറാൻ സാധിക്കാത്ത വിധത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഫയർഫോഴ്സ് അടക്കം പറയുന്നത്. പ്രധാനമായിട്ട് വെളിച്ചെണ്ണ നിർമ്മാണം, കൊപ്ര സംഭരണം ഒക്കെയാണ് ഇവിടെ നടന്നു വരുന്നത്. ഈ വെളിച്ചെണ്ണ മില്ലിന്റെ 4 ഭാഗത്തും തീ പടർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ ചൂടുമാണ്. ഈ ഏകദേശം ഈ തൊട്ടടുത്തുള്ള മീൻചന്ത ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. 5ഓളം യൂണിറ്റ് നിലവിൽ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ യൂണിറ്റുകൾ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ നരിക്കുനിയിൽ നിന്നും വെള്ളിമാട് കുന്നിൽ നിന്നും കൂടുതൽ ഫയർഫോഴ്സുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്നത് വ്യക്തമല്ല. എന്നാൽ ഫയർഫോഴ്സ് പറഞ്ഞത് നിലവിൽ അകത്ത് ആരും തന്നെ ഇല്ല എന്നാണ് പ്രാഥമികമായിട്ട് അറിയുന്ന വിവരം. അതായത് ഈ സമയം 11 മണിയോട് കൂടിയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അകത്ത് നിലവിൽ തൊഴിലാളികൾ ആരും തന്നെ ഇല്ല എന്നുള്ളൊരു നിഗമനത്തിലാണുള്ളത്. എന്തായാലും അത് പരിശോധിക്കണമെങ്കിൽ ആദ്യം ഈ തീ കെടുത്തി അകത്തേക്ക് കയറേണ്ടതുണ്ട്. എന്നാൽ അകത്തേക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. വലിയ തീപിടുത്തമാണ്. 4 ഭാഗത്തും ഈ മില്ലിന്റെ 4 ഭാഗത്തും തീ പിടിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് സംഘം വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ദിൽഷ, ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. തീ വലിയ രീതിയിൽ ആളിപ്പടരുന്ന ഒരു കാഴ്ച. വെളിച്ചെണ്ണയാണ്. ആളിപ്പടരാനുള്ള സാധ്യത വളരെ വലിയ തോതിൽ കൂടുതലാണ്. മാത്രമല്ല ഇതിന്റെ ഉടമകൾ അവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? ശ്രീനിധി, ആദ്യം ഇത് തൊട്ടടുത്തുള്ള സമീപത്തെ കടയിലെ ആളുകളാണ് ഇത്തരത്തിൽ കാണുന്നത്. ഉടനെ നാട്ടുകാർ വിവരം അറിയിക്കുകയായിരുന്നു. നാട്ടുകാർ ചേർന്നാണ് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചിട്ടുള്ളത്. ഈ ഉടമയൊക്കെ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ തീ പിടിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ 4 ഭാഗത്തു നിന്നും തീ ആളിപ്പടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആദ്യം മീൻചന്ത ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റാണ് സംഭവ സ്ഥലത്തെത്തിയത്. പിന്നീട് 2 യൂണിറ്റ് കൂടി എത്തിക്കുകയായിരുന്നു. കൂടുതൽ യൂണിറ്റുകൾ എത്തേണ്ടതിന്റെ ആവശ്യകത നിലവിലുണ്ട്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമം അവിടെ പുരോഗമിക്കുകയാണ്. നാട്ടുകാരും കൂടി ചേർന്നിട്ടാണ് ഇത്തരത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെളിച്ചെണ്ണയാണ്. മാത്രമല്ല ഈ വെളിച്ചെണ്ണ നിർമ്മാണം, കൊപ്ര സംഭരണം എല്ലാം തന്നെ നടന്നു വരുന്ന ഒരു യൂണിറ്റാണ് ഇത്. ഇതിന്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് നിലവിൽ ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. എന്നാൽ അറിയാൻ സാധിക്കുന്നത് തൊഴിലാളികൾ ആരും തന്നെ അകത്തില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രീനിധി, ഇതുവരെ എന്തുകൊണ്ടാണ് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാകാൻ സാധിച്ചിട്ടില്ല അല്ലേ ദിലിഷ? ശ്രീനിധി, തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്നത് വ്യക്തമല്ല. ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ് പ്രാഥമിക നിഗമനം. അത് പരിശോധിച്ചു വരികയാണ്. നിലവിൽ ആദ്യഘട്ടത്തിൽ തീ അണയ്ക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ പ്രതിസന്ധി എന്നുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റൂ. തീ വലിയ തോതിൽ വെള്ളം അടിച്ചിട്ട് കൂടി അത് തീ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല അകത്തേക്ക് കയറണമെങ്കിൽ പോലും ആ തീ പുറത്തുള്ള ആ തീയൊക്കെ തന്നെ അണയ്ക്കേണ്ടതുണ്ട്. എന്നാൽ അതിനു പോലും സാധിക്കുന്നില്ല എന്നാണ് നിലവിൽ ഫയർഫോഴ്സ് പറയുന്നത്. കൂടുതൽ യൂണിറ്റുകൾ എത്തിക്കുന്നുണ്ട്. ആഗോള ജ്വല്ലറി ഗ്രൂപ്പായ ജോയ് ആലുക്കാസിന്റെ അമേരിക്കയിലെ 8ാമത്തെ ഷോറൂം ന്യൂജേഴ്സിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അമേരിക്കയിലെ ബിസിനസ് വിപുലീകരണത്തിന്റെ ഭാഗമായി ന്യൂജേഴ്സിയിലെ ഇസെയിലിലാണ് പുതിയ ഷോറൂം തുറന്നത്. 2016 അമേരിക്കയിൽ ആദ്യ ഷോറൂം ആരംഭിച്ച ജോയ് ആലുക്കാസ് 10ാം വാർഷികാഘോഷങ്ങളുടെ നിറവിലാണിപ്പോൾ. ഇസ്ലിനിൽ ആരംഭിച്ച പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം വുഡ്ബ്രിഡ്ജ് ടൗൺഷിപ്പ് മേയർ ജോൺ ഇ മാക്കോർമാക്, ജോയ് ആലുക്കാസ് ജ്വല്ലറി സിഇഒ മിസ്റ്റർ ജോൺ പോൾ ആലുക്കാസ്, ഡയറക്ടർ മിസ് സോണിയ ആലുക്കാസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. All right, how about we cut the ribbon? So let's officially do that.
is our 8th outlet in United States, our 2nd store in New Jersey. Our next plans is before Diwali we'll be opening 2 more new stores in United States, one in Santa Clara and the other one in Tampa. So that will make us have 10 stores in United States before Diwali. ലോകോത്തര ആഭരണ പർച്ചേസ് സാധ്യമാക്കുകയാണ് ഇതിലൂടെ ജോയ് ആലുക്കാസ് ലക്ഷ്യമിടുന്നത്. പ്രീമിയം ജ്വല്ലറി ഷോപ്പിംഗ് അനുഭവം ലഭ്യമാക്കുന്ന രീതിയിൽ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയാണ് പുതിയ ഷോറൂം ഒരുക്കിയിട്ടുള്ളത്. We are growing to 12. The 15th showroom in USA was a dream of Mr. John Paul and Chairman Joya Lucas that was held in 2016. So I'm actually making the dream comes true. So today we are in 8. We have 3 more. So we will reach the target in very soon. റൂബി, എമറാൾഡ്, സാഫയർ തുടങ്ങിയ പതിച്ച ആഭരണങ്ങൾ, വജ്രാഭരണങ്ങൾ, ബ്രൈഡൽ സെറ്റുകൾ എന്നിവയുടെ വലിയ ശേഖരം ഇവിടെയുണ്ട്. It's also good to see Indian brands expanding across the world. So that's also a proud moment to see. But we have our own USP, and I'm sure that is why customers are always very happy to see our brand. പുതിയ ഷോറൂമിൽ നിന്ന് ഗോൾഡ്, ഡയമണ്ട്, പോൾക്കി, പ്രഷ്യസ് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് പണിക്കൂലി ഫ്ലാറ്റ് 30% ഇളവ് ലഭിക്കും. This is Liz Paulo signing off from New Jersey, 24 USA. ഫുജൈറയിലെ വാദി ബുറൈയ നാഷണൽ പാർക്ക് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. ലോക പൈതൃക സമിതിയുടെ 48ാമത് സമ്മേളനത്തിലായിരുന്നു സുപ്രധാന പ്രഖ്യാപനം. യുഎഇയിൽ നിന്ന് യുനെസ്കോ ലോക പൈതൃക പട്ടികയിലെത്തുന്ന 3ാമത്തെ സ്ഥലമാണിത്. സമ്പന്നമായ ജൈവ വൈവിധ്യവും അപൂർവ ആവാസ വ്യവസ്ഥയുമുള്ള വാദി ബുറൈയ ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്ന പ്രാധാന്യമുള്ളതാണ്. അറേബ്യൻ ഉപദ്വീപിലെ ഹജർ പർവ്വതനിരകളിലെ വരണ്ട താഴ്വര മേഖലയിൽ പ്രാകൃത ആവാസ വ്യവസ്ഥകളിൽ അവസാനത്തേതും ഏറ്റവും ആധികാരികമായതുമാണിത്. കൂടാതെ രാജ്യത്തെ ഏക സ്ഥിരമായ പ്രകൃതിദത്ത വെള്ളച്ചാട്ടവും ഇവിടെയാണ്. 225 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ദേശീയോദ്യാനമായ ഇവിടെ 300-ലേറെ നീരുറവകളും 60 സ്ഥിരം ജലധാരകളും വർഷം മുഴുവൻ ഒഴുകുന്നുണ്ട്. അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ നിരവധി ജീവജാലങ്ങൾ, സസ്യങ്ങൾ, ഉരകങ്ങൾ, പ്രാണികൾ എന്നിവയും തനതായ നിരവധി സസ്തനികളും പക്ഷികളും ഈ റിസർവിലുണ്ട്. ബുസാനിൽ നടന്ന യുനെസ്കോ ലോക പൈതൃക സമിതിയുടെ 48ാമത് സെഷനിലാണ് പ്രഖ്യാപനം നടന്നത്. സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെയും ഫുജൈറ സർക്കാരിൻ്റെയും പ്രതിനിധി സംഘം സെഷനിൽ പങ്കെടുത്തിരുന്നു. സാംസ്കാരിക മന്ത്രി ഷെയ്ഖ് സലീം ബിൻ ഖാലിദ് അൽ കാസിമി പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തു. ദേശീയ സ്വത്വത്തിൻ്റെ ഹൃദയഭാഗത്ത് പൈതൃകത്തെ സ്ഥാപിക്കുകയും സുസ്ഥിര വികസനത്തിൻ്റെ ഒരു ചാലകശക്തിയായി അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിൻ്റെ നേട്ടമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. മാനവികതയോടും ഭാവി തലമുറയോടുമുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നത് തുടരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 24 ദുബായ്. മലയാളികളുടെ പ്രിയപ്പെട്ട കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിന് വീടൊരുങ്ങി. കൊച്ചി വെണ്ണലയിലാണ് പുതിയ വീട്. കൊച്ചിൻ ഹനീഫയുടെ ആകസ്മികമായ മരണത്തിനു ശേഷം കഴിഞ്ഞ 16 വർഷം വാടക വീട്ടിലായിരുന്നു ഭാര്യ ഫാസില കൊച്ചിൻ ഹനീഫയും മക്കളായ സഫയും മറവയും താമസിച്ചിരുന്നത്. കൊച്ചിൻ ഹനീഫയുടെ സമ്പാദ്യത്തിൽ സ്വപ്ന വീട് ഒരുക്കിയതിന്റെ സന്തോഷത്തിലാണ് കുടുംബം. വെണ്ണല അംബേദ്കർ റോഡിലാണ് കൊച്ചിൻ ഹനീഫാസ് AB മൻസിൽ. പിതാവ് AB മുഹമ്മദിന്റെ പേരിലാകണം തന്റെ വീടെന്നത് കൊച്ചിൻ ഹനീഫയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹം. 5 ബെഡ്റൂം ഉൾപ്പെടെ മനോഹരമായി ഇന്റീരിയർ ചെയ്ത 3 നില വീട്ടിൽ മലയാളികളുടെ പ്രിയ നടന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നു. മൊമന്റോകൾ, അംഗീകാരങ്ങൾ, ഓർമ്മ ചിത്രങ്ങൾ. മക്കളായ സഫയും മർവയും ചേർന്നാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഹനീഫ വിട്ടുപിരിയുമ്പോൾ 4 വയസ്സായിരുന്നു ഇരട്ടകളായ സഫയ്ക്കും മർവയ്ക്കും. കുഞ്ഞുങ്ങളെ ചേർത്തണച്ച ഫാസില കഴിഞ്ഞ 16 വർഷം കൊണ്ട് ഹനീഫയുടെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുകയാണ്. തലശ്ശേരിക്കാരിയായ ഫാസില ഉറ്റവർ നിർബന്ധിച്ചിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ കൂട്ടാക്കിയില്ല. പേരിനു മുമ്പ് നാടിനെ അടയാളപ്പെടുത്തിയ വലിയ കലാകാരന്റെ ഓർമ്മകൾ
ഈ മണ്ണിൽ തന്നെ തുടരണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു ഫാസിലയ്ക്ക്. 16 കൊല്ലം കടവന്ത്രയിലെ വാടക വീട്ടിൽ താമസിച്ച കുടുംബം കൊച്ചിയിൽ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ സ്വപ്ന കൂടൊരുക്കി. 1 രൂപ പോലും ആരുടെ മുന്നിലും കൈനീട്ടാതെ. ചില ലീഗൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒടുവിൽ അനീഫ് ഖായുടെ സമ്പാദ്യം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ അനീഫ് ഖാ ആഗ്രഹിച്ച പോലെ തന്നെ ഉള്ളൊരു വീട് നമുക്ക് പണിയാൻ പറ്റി. അത് ഏറ്റവും വലിയ അനീഫ് ഖാക്കും അങ്ങനെ ഒരാളൊരു അഭിമാനിയാണ്. ആരെ മുന്നിലും തലകുനിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ 16 വർഷം നമ്മൾ അതിനു വേണ്ടി എന്തോ വെയിറ്റ് ചെയ്ത പോലെ തന്നെ നിന്ന്. നിയമക്കുരുക്കിലായിരുന്ന കൊച്ചിൻ ഹനീഫയുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ കുട്ടികൾക്ക് 18 വയസ്സായതോടെ തിരികെ ലഭിച്ചതാണ് കുടുംബത്തിന് ആശ്വാസമായത്. സഫയെ CAയും മർവയെ CS പഠിപ്പിക്കണമെന്ന് ഹനീഫ ഫാസിലയോട് പറയുമായിരുന്നു. പഠിക്കുന്നത് ഏത് കോഴ്സിനെന്ന് അവർ തന്നെ പറയും. ഇപ്പോൾ CA തന്നെ പഠിക്കുന്നത്. ഞാൻ CS. ഡ്രീം ഇങ്ങനെ നല്ല രീതിയിൽ ഉമ്മാനെയും എല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കാനും അതൊക്കെ തന്നെ. കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ദിലീപ് നടത്തിയ ഇടപെടൽ ഓർക്കുകയാണ് ഫാസിലയുടെ സഹോദരൻ ഫിറോസ് മാളിയേക്കൽ. ദിലീപിനെ അറിയായിരുന്നു ഹനീഫ് ഖാൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇവരെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു രീതിയിലായിരുന്നു. ഹനീഫ് ഖാൻ്റെ ഇനോവ കാറ് എൻ്റെ സെറ്റുകളിൽ ഓടാൻ വേണ്ടി അനുവദിക്കണം. ഇതിലൂടെ ദിലീപ് മനസ്സിലാക്കുന്നത് ഇവർക്കൊരു സ്ഥിര വരുമാനം, പ്രതിമാസം ഒരു വരുമാനം ഉണ്ടാക്കിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ഹനീഫ് ഖാൻ്റെ ഒരു സമീപനം അവിടെയൊക്കെ ഉണ്ടാകുന്നൊരു ഫീലാണ്. ഇത് 1-2 മാസമല്ല, 16 വർഷമാണ്. ആരുടെ മുന്നിലും കൈനീട്ടാൻ കൊച്ചിൻ ഹനീഫയ്ക്ക് ഒരു കാലത്തും താല്പര്യമുണ്ടായിരുന്നില്ല. ആ തലയെടുപ്പ് വെണ്ണലയിലെ കൊച്ചിൻ ഹനീഫാസ് AB മൻസിലിനുമുണ്ട്. സജു കാഞ്ഞിരംകുളത്തിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 കൊച്ചി. ഇതോടെ ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.